ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് മൂളി ചിക്കനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ സ്പെഷ്യൽ നോക്കിക്കോ കേട്ടോ. ഒരു ഫിഷ് മോളി ഉണ്ടാക്കിയാലോ നമുക്ക്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കി കേട്ടോ. ഒരു തക്കാളി വേണം, വേപ്പില വേണം, ചുവന്നുള്ളി വേണം, 4 പച്ചമുളക് വേണം, ഇഞ്ചിയും ഗാർലിക്കും ഇടിച്ചു വെച്ചിട്ടുണ്ട്. അത് ചതച്ചതാട്ടോ, ചതച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് വേണം, ഇതിന് തൻപാൽ വേണം, പാൽ കഴിഞ്ഞാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, 2ാം പാൽ. ഇത്ര ഐറ്റംസ് വേണം. പിന്നെ പെപ്പർ, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ തിരുമ്മി അരമണിക്കൂർ മുമ്പ് റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 2 കരിമീൻ ശരിയാക്കണം, വലിയ കരിമീൻ കേട്ടോ. നോക്കിയോ, ഫിഷ് മോളിയാണ്. അറിയാൻ പാടില്ലാത്തവരൊക്കെ പഠിച്ചോ കേട്ടോ. ആദ്യമേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇതിന് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ ഉലുവ പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ കടുകും കൂടി ഇടണം കേട്ടോ. 1 സ്പൂൺ കടുക്. ഇനി ഒരാഴ്ചയായിട്ട് ഇടണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. ആയിക്കോട്ടെ. ഇനി കൊച്ചുള്ളി ഇടണം കേട്ടോ. കൊച്ചുള്ളി ഒരു 5 കൊച്ചുള്ളി അരിഞ്ഞ് എടുക്കാം. വലിയ കൊച്ചുള്ളി 5 സവാള ഇടാം കേട്ടോ. സവാള ഇട്ടാൽ കറി ഇരിക്കില്ല, വടിച്ചു പോകും. ഇതാകുമ്പോൾ നമുക്ക് കരിമീൻ പാല് എന്താ പറയുക, ഫിഷ് മോളി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിനല്ലാതെ ചപ്പാത്തി, കുക്കൂസ്, പൊറോട്ട ഇതൊക്കെ കഴിക്കാൻ ഇല്ലാന്നൊക്കെ നല്ലതാണ്. നല്ലൊരു ഡിഷാണ്. നമ്മളൊക്കെ പഠിക്കാൻ. ഇനി അടുത്തത് വേപ്പില ഇടണം. വേപ്പില ഇച്ചിരി അധികം ഇടണം കേട്ടോ. വേപ്പില എല്ലാം മരുന്നേക്കാം. പിന്നെ നമ്മൾ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. ഇതിന് അധികം സ്പൈസി കൊള്ളത്തില്ല, ചെറുതായിട്ട് കുറച്ച് എരിവ് മതി കേട്ടോ. അതിന് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പെപ്പറും ഉണ്ട്, അതിനാവശ്യത്തിന് മുളകുണ്ട്. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി എടുക്കണം, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഉലുവപ്പൊടി. ഇത് അത്യാവശ്യം കേട്ടോ. ഉലുവപ്പൊടിയിൽ അതിൻ്റെ ഹൈലൈറ്റ് ഇരിക്കണം ഫിഷ് മോളിയുടെ ഡിഷിൻ്റെ കേട്ടോ. ഉലുവപ്പൊടി നന്നായിട്ട് നമ്മൾ 1 സ്പൂൺ ഇട്ടാൽ മതി. ഉലുവ നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചേക്കണം. ഇതിലാകുമ്പോൾ 1 സ്പൂൺ മതി. പെപ്പറും ഉപ്പൊക്കെ നമ്മൾ പെരട്ടി വെച്ചിരിക്കണമല്ലോ. ഇനി അടുത്തത് ടൊമാറ്റോ, തക്കാളി ഇടണം. ഇതും കൂടി ഒന്ന് പച്ചപ്പ് മാറി വന്നു കേട്ടോ. പെട്ടെന്നാവും. പുളിവെള്ളം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ വന്നിട്ടുണ്ടല്ലോ, തിളപ്പിച്ച് വെക്കണം കേട്ടോ. കുടംപുളി, നാടൻപുളി തിളപ്പിച്ച് വെള്ളം ഒഴിക്കുള്ളൂ, പുളി ഒഴിക്കരുത്. പിന്നെ ഇതിന് തേങ്ങാപ്പാൽ ഈ പറഞ്ഞ പോലെ ആവശ്യമാണ്. തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ തൻപാലും 2ാം പാലും മതി. ഒത്തിരി വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി വെള്ളമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ എൻ്റെ അളവ് പറഞ്ഞല്ലോ. 1 സ്പൂൺ മുളക് പൊടി, ഒരിത്തിരി പുളിവെള്ളം ഒഴിച്ചോട്ടെ. അതിന് നമുക്ക് കുത്തല് വരും. പിന്നെ അതുപോലെ മുളക് കരിഞ്ഞു കളറൊക്കെ വരും. ഇച്ചിരി പുളിവെള്ളം അതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ അതിൻ്റെ ശരി. അല്ലാതെ നമ്മൾ വരട്ടി കഴിഞ്ഞാൽ മുളക് അങ്ങ് ഭംഗി കറുത്ത നിറമൊക്കെ കാണും. ഈ കറിയുടെ ബ്യൂട്ടി പോകും. അതാണ് ഞാൻ ഇത്തിരി പുളിവെള്ളം മുളകിടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ബ്യൂട്ടി പോകും, കളറ് തന്നെ മാറി. ഇനി അടുത്തത് സെക്കൻഡ് പാൽ ഒഴിക്കണം കേട്ടോ. സെക്കൻഡ് പാലാണ് ഇനി അടുത്ത് ഒഴിക്കുന്നത്. സെക്കൻഡ് പാൽ, തേങ്ങാപ്പാലിൻ്റെ സെക്കൻഡ് പാൽ. ഇതൊന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ. ഉപ്പ് നമ്മൾ ഇതിൽ പുരട്ടി വെച്ചിട്ടുണ്ട്.
പിന്നെ പൊടിക്കൊരു ഉപ്പ് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് നോക്കിയിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ അധികമാവും കേട്ടോ ഉപ്പ്. ഒരു സ്പൂൺ ഇട്ടുണ്ട്, അതിനകത്ത് പാകത്തിന് നമ്മൾ ഇട്ടിട്ടുള്ളത് ഉപ്പ്. ഇത്രേ ഉള്ളൂ. വേഗം പണി കഴിയൂട്ടോ, അതിന് പണി അധികം ഇല്ല കേട്ടോ, പെട്ടെന്ന് പണി കഴിയും. ഇനി നമ്മൾ ഫിഷ് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഫിഷ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഫിഷ് ഇട്ട് കൊടുക്കണം, അതൊന്ന് തിള വരുമ്പോഴത്തേക്ക് ഫിഷ് ഇട്ട് കൊടുക്കണം. നമുക്കിത് തേങ്ങ ഈ കരിമീൻ പല ടൈപ്പ് വയ്ക്കാമല്ലോ. തേങ്ങ അരച്ച് വയ്ക്കാം, മുളക് ചാറായിട്ട് വയ്ക്കാം, ഫിഷ് മോളി വയ്ക്കാം, പിന്നെ കരിമീൻ എന്താ പറയുക ചാപ്സ് പോലെ ഉണ്ടാക്കാം. ഒത്തിരി വെറൈറ്റി ഉണ്ടാക്കാം കരിമീൻ കൊണ്ട്. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ഫിഷ് മോളിയാണ്. കരിമീൻ ഏറ്റവും നല്ല കറി വെച്ച് കൂട്ടാൻ ഏറ്റവും നല്ല ഫിഷ് മോളിയാട്ടോ. ഫിഷ് മോളി എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം, കാരണം ഇതിന് എരിവ് കുറവായിരിക്കും മീൻ. അതുകൊണ്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് കഴിക്കുന്നത്. തിളച്ച് വരുന്നുണ്ട്, അപ്പം നമ്മൾ ഈ മീൻ അങ്ങോട്ട് പെറുക്കിയിട്ട് പത്തിയെ ഇടണം കേട്ടോ. വലിയതായിട്ട് രണ്ടെണ്ണമാക്കി മുറിച്ചോളൂ കേട്ടോ. വലിയ 2 മീനാണ്, ഭയങ്കര വിലയല്ലേ കരിമീനൊക്കെ. ഇപ്പം എന്ത് വില, 700 രൂപയൊക്കെ കിലോ. ഇപ്പം ഈ ട്രോളിങ് നിരോധനമാണല്ലോ ഈ സമയത്ത്. ട്രോളിങ് നിരോധനം മീനെല്ലാം ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വില കുറവുള്ളപ്പോൾ അധികം മേടിച്ച് കറി വയ്ക്കുമല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് തിളച്ച് വരുമ്പോൾ ഈ 1-ാം പാലും കൂടി ഒഴിക്കണം കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ വളിച്ചു പോകും കറി. ഇത്രേ ഉള്ളൂ. പയ്യെ ഒന്ന് അനക്കി കൊടുക്കണം. ഫിഷ് മോളി റെഡി. ഇതൊന്ന് തിളച്ച് കുറുകി വന്ന കറി നമുക്ക് കൂട്ടാം കേട്ടോ. നല്ലൊരു ഡിഷാണ്, എല്ലാവരും ഉണ്ടാക്കണം. സാധാരണ മീൻ കറിയല്ല കേട്ടോ, ഇത് വ്യത്യാസമുണ്ട്. ഫിഷ് മോളി. ഇനി ഫിഷ് മോളി കറി വയ്ക്കാൻ അറിയാമ്പോളെന്ന് പറയാം. ചിലർ മുളക് പൊടി ഇടില്ല കേട്ടോ, മുളക് പൊടി. പക്ഷേ ഇവിടെ ഇച്ചിരി മുളക് പൊടി ഇത്തിരി ഇഷ്ടാവില്ല. മഞ്ഞപ്പൊടിയും പെപ്പറും മാത്രമേ ഇടാറുള്ളൂ ഫിഷ് മോളിക്ക്. ചില ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ ചിലതിന് ഇടാറില്ല. പക്ഷേ മുളക് പൊടി നമ്മൾ കാശ്മീരി 1 സ്പൂൺ ഇട്ടാലാണ്. ഞാൻ 2 ടൈപ്പും വെച്ച് നോക്കിയിട്ട് മുളക് പൊടി ഇടണേനാണ് ടേസ്റ്റ്. മുളക് അധികം എരിവില്ലാത്തതല്ലേ, സ്പൈസി ആകാണ്ടിരുന്നാൽ മതി. നമ്മൾ 1 സ്പൂൺ ഒരു കളർ, ഒരു ബ്യൂട്ടി കിട്ടാൻ വേണ്ടി, കളറിന് വേണ്ടി ചേർക്കുന്ന മീൻകറിയല്ലേ, അപ്പം അതിന് ചേർക്കുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇത് കഴിക്കാനില്ല, അടിപൊളി കറിയായിരിക്കും. ഇത് തിളച്ച് കുറുകി വരുമ്പോൾ സൂപ്പർ കറിയായിരിക്കും. ഒന്ന് ഉപ്പൊക്കെ പിടിച്ചോന്ന് നോക്കാം കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ, പൊടിക്ക് ഉപ്പ് കുറവുണ്ട്. ഒരു പൊടിക്ക് ഉപ്പ് കുറവുള്ളൂ. ശരി, ഓക്കെ. എല്ലാവർക്കും ബായ്.